ഒരു കാലത്ത് കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും കുത്തക സീറ്റായിരുന്നു തിരുവല്ല. കേരള കോൺഗ്രസിൻ്റെ മാമമത്തായി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു. UDF ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലം. പക്ഷേ മാമമത്തായിയുടെ മരണത്തോടെ കഥകൾ മാറി. UDFൽ ആര് മത്സരിച്ചാലും വിജയിക്കുമെന്ന തോന്നലിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തർക്കങ്ങളുണ്ടായി. അതിൽ കേരള കോൺഗ്രസ് തന്നെ ചേരിതിരിഞ്ഞുള്ള പോരുകൾ അവരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. അങ്ങനെ UDF ചിന്താഗതിയുള്ള മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് 20 വർഷത്തിനു മുമ്പ് മാധുരി തോമസ് എന്ന ജനതാദൾ സ്ഥാനാർത്ഥി രംഗപ്രവേശനം ചെയ്തു. അന്ന് ആരും വിചാരിച്ചില്ല UDFൻ്റെ കോട്ടകൾ തകരാൻ പോകുന്ന ഒരു നീക്കമായിരിക്കും അതെന്ന്. രാജീവ് ഗാന്ധി വധത്തെ തുടർന്ന് ഒരു പ്രാവശ്യം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ പ്രാവശ്യവും മാധുരി തോമസ് ജയിച്ചു കയറി. ഇടയ്ക്ക് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ കൂടുതൽ ജനകീയനാക്കി. മണ്ഡലത്തിലെ പ്രമുഖ സമുദായമായ മർത്തോമ സഭയുടെ പിന്തുണ കൂടിയായപ്പോൾ അദ്ദേഹം UDFന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്കായി. ഇപ്രാവശ്യം കേരള കോൺഗ്രസിൻ്റെ വർഗീസ് മാമനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പതിവ് തെറ്റിയില്ല. അതിനെതിരായി കേരള കോൺഗ്രസിൻ്റെ ജോസഫ് എം പുതുശ്ശേരി പക്ഷക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് 20 വർഷത്തിന് മുമ്പ് നടന്ന അതേ തർക്കവും പ്രശ്നങ്ങളും ഇപ്രാവശ്യം തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെയായാലും സാധാരണ ജനങ്ങൾക്ക് തിരുവല്ലയിലെ അടിസ്ഥാന വികസനം ചർച്ചയാക്കാതെ വീണ്ടും പടലപ്പഴങ്ങളിൽ നിൽക്കുന്ന ഒരു ഇലക്ഷനെയാണ് കാണാൻ പോകുന്നത്. അതിനിരയിലൊക്കെയാണ് അനൂപ് ആൻ്റണിയുടെ മോദിജിക്ക് ഗ്യാരണ്ടിയുമായുള്ള രംഗപ്രവേശനം. എന്തു തന്നെയായാലും ഇപ്രാവശ്യം തിരുവല്ലയിലെ മത്സരങ്ങൾ കടുക്കുക തന്നെ ചെയ്യും. വോട്ട് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൂര്യ കോളേജ് ഓഫ് നഴ്സിംഗ്, ബാംഗ്ലൂർ.